ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ ലേണിംഗ്. ഇറ്റ്സ് മീ ആൻസർ സാർ. അപ്പോൾ പ്ലസ് വണ്ണിലാണെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും മിക്ക പരീക്ഷയ്ക്കുമാണെങ്കിലും മുടങ്ങാതെ ചോദിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് പറയാൻ പോകുന്നത്. രണ്ട് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷനാണ് സോഷ്യൽ മീഡിയയും ഇമെയിലും. അതിന്റെ രണ്ട് അഡ്വാൻറ്റേജും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മാർച്ച് 2025 ചോദിച്ചിട്ടുണ്ട് ആ ഒരു അഡ്വാൻറ്റേജസ്. അപ്പൊ അതിനകത്ത് പറയുന്ന ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് ഫസ്റ്റ് ബ്രിങ് പീപ്പിൾ ടുഗദർ അല്ലെ? എന്താണ് മക്കളെ? പീപ്പിൾസിനെ എന്താ മക്കളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നുണ്ട്. കാരണം നമുക്ക് പലതരത്തിലുള്ള പല ഇടത്തുള്ള ആൾക്കാരൊക്കെ എന്താ നമ്മൾ ഒരുമിച്ച് സോഷ്യൽ മീഡിയ മുഖേന നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നുണ്ട് പല ഇവന്റ്സിനായിട്ട് അല്ലെ? നെക്സ്റ്റ് പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവന്റ്സ്. പല ഇവന്റ്സുകൾ നമുക്ക് കല്യാണം ആയിക്കോട്ടെ, മറ്റുള്ള എന്ത് ഇവന്റ്സുകൾ ആയിക്കോട്ടെ, നിങ്ങളുടെ റിയൂണിയൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ഇവന്റ്സുകൾ എന്നൊക്കെ സോഷ്യൽ മീഡിയ മുഖേന നിങ്ങൾക്ക് എന്താണ് മക്കളെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് വെക്കാം ബിസിനസ് പ്രൊമോഷൻ. ബിസിനസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇപ്പം റോഡ് മുഖേന പോസ്റ്റർ നടക്കേണ്ട കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ മുഖേന നിങ്ങളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് കൊടുക്കാം, അല്ലാതെ വേണമെങ്കിൽ വ്ലോഗ് ചെയ്യുക. അപ്പൊ അത് മുഖേനയൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഒരുപാട് ലക്ഷങ്ങൾ ആൾക്കാർക്ക് എന്തെത്തിക്കാൻ പറ്റും, ഈ പറഞ്ഞ നിങ്ങളുടെ പോസ്റ്റർ എത്തിക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയ ഒരു ബിസിനസ്, ഏറ്റവും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും ബിസിനസ് എന്താണ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞല്ലേ? യെസ്, മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം സോഷ്യൽ സ്കില്ല് വളരുന്നുണ്ട് അല്ലേ? സോഷ്യൽ സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള വ്യൂസുകൾ അത് നമ്മൾ കമന്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്, നമ്മൾ പോസ്റ്റുകളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ നല്ല പലതരത്തിലുള്ള വ്യൂസുകൾ, മറ്റൊരാളെ ഹ്യൂമിലേറ്റ് ചെയ്യാതെയുള്ള പോസ്റ്റുകളൊക്കെ മാക്സിമം എന്ത് കൊടുക്കാൻ പറ്റും നമ്മളെ ഈ സോഷ്യൽ മീഡിയ വരെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ എന്ന് പറഞ്ഞോ. ഇമെയിലിന്റെ അഡ്വാൻറ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമെയിലിന്റെ അഡ്വാൻറ്റേജ് ചോദിക്കുന്നുണ്ട്. ഇമെയിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡ്. ഇതാണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലില്ല, മറ്റേ ഇൻസ്റ്റന്റ് ആയിട്ട് മക്കൾ എന്താണ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു നാനോ സെക്കൻഡ് കൊണ്ട് മക്കൾ എന്താണ് നമുക്ക് ഈ പറഞ്ഞ മെയിൽസുകൾ സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എവിടെയെന്നു നെറ്റ് ഉണ്ടെങ്കിൽ മാത്രം, ഇന്റർനെറ്റ് വേണം, ചാർജ് ചെയ്യണം, വൈഫൈ എന്തെങ്കിലും വേണം കേട്ടോ. ജസ്റ്റ് ലോ കോസ്റ്റ് ആണ് അല്ലേ? കോസ്റ്റ് ഇല്ല. കാരണം എന്ന് പറയുമ്പോൾ മക്കളാണ് നെറ്റിന്റെ ചാർജ്, നിങ്ങളെ ഫോണിൽ ചാർജ് ചെയ്യുന്ന ഒരു ചാർജ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ചാർജ് ചെയ്യേണ്ട കാര്യമുണ്ടോ? MB ചാർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അല്ലേ? ജസ്റ്റ് വെക്കാം ഈസി ടു യൂസ്, ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ ഇവിടെ ഏതാണെങ്കിലും ഫ്രെയിം വർക്കുകളെല്ലാം മക്കൾ എന്തായിരിക്കണം, ഒരു യൂസർ ഫ്രണ്ട്ലി ഫ്രെയിം വർക്കുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ അഡ്വാൻറ്റേജ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ എല്ലാ പരീക്ഷയ്ക്കും കൃത്യമായിട്ട് മുടങ്ങാതെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ഇരിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് മക്കളെ. ഇതിലേതെങ്കിലും ചിലപ്പോൾ രണ്ടും ചോദിക്കും. കഴിഞ്ഞ വർഷം ഇത് രണ്ടും ചോദിച്ചായിരുന്നു. വേണമെങ്കിൽ എന്താ മക്കളെ ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കട്ടോ, മിനിമം ഒരെണ്ണം ചോദിച്ചിരിക്കും ഉറപ്പാട്ടോ. ഇതിന് മോഡൽ എക്സാമിനും കാണും, ദെൻ ഫൈനൽ എക്സാമിനും കണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഈ ചോദ്യങ്ങൾ ഒരിക്കലും മുടക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ.